ഹലോ ഗൈസ്, പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. നയനെ ഛർദ്ദിക്കുന്ന കാണുമ്പോഴത്തേന് ദേവയാനി പുറകെ ചെല്ലുന്നുണ്ടല്ലോ. അന്നേരം ദേവയാനി പറയും, മോളെ ഇത് നിനക്ക് വിശേഷമുള്ളതിൻ്റെയാ, എത്രയും പെട്ടെന്ന് നീ ആദർശിനെയും വിളിച്ചുകൊണ്ട് പോയി ഡോക്ടറെ കാണണം. ഡോക്ടറെ കണ്ടെന്ന് പറഞ്ഞാലും റിസൾട്ട് ഒന്നും മാറാൻ പോകുന്നില്ല. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ നീ ഒരു അമ്മയാകാൻ പോവുകയാണെന്ന് പറഞ്ഞ് നയനെ ഒന്ന് തട്ടിയിട്ട് ദേവയാനി അകത്തേക്ക് പോകുന്നുണ്ട്. നയനെ എന്നാൽ നാണിച്ചങ്ങ് നിൽക്കും. അന്നേരം ദേവയാനി അകത്ത് ചെല്ലുമ്പോഴത്തേന് ആദർശ് ലാപ്ടോപ്പിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം പറയാം, എടാ നീ ഇങ്ങനെ ഇതിൽ നോക്കി ഇരുന്നാൽ മതിയോ? ഇവിടെ നടക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ നീ അറിയുന്നുണ്ടോ? എന്താ അമ്മ, എന്താ സംഭവിച്ചെന്ന് ചോദിക്കും. എടാ നീ ഒരു അച്ഛനാകാൻ പോവുക, അവൾക്ക് വൊമിറ്റിങ്ങും തലകറക്കവും ഒക്കെ ഉണ്ട്. നീ എത്രയും പെട്ടെന്ന് അവളെയും കൊണ്ട് ആശുപത്രിയിൽ പോകണം, ഡോക്ടറെ കണ്ട് കൺഫേം ചെയ്യിക്കണം. റിസൾട്ട് ഒന്നും മാറാൻ പോകുന്നില്ല, എന്നാലും നീ എത്രയും പെട്ടെന്ന് അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനൊക്കെ പറയും. ഞാൻ ഒരു അമ്മൂമ്മയാകാൻ പോകുന്നു എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ തുള്ളിച്ചാടിയാണ് ദേവയാനി പോകുന്നതായിട്ട് കാണിക്കുന്നത്. പിന്നെ റൂമിലിരുന്ന് ദേവയാനി ഇതെല്ലാം ഓർത്ത് ചിരിക്കുകയാണ്. ദേവയാനി മനസ്സിൽ കരുതിയതായിരുന്നു ഇതെല്ലാം. ഓർത്തോർത്തങ്ങ് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജയൻ മുറിയിലേക്ക് കയറി വരുന്നത്. അപ്പം ജയൻ ഓർക്കുന്നുണ്ട്, അയ്യോ ഇതെന്ത് പറ്റി ദേവയാനിക്ക് തന്നെ ഇരുന്ന് ചിരിക്കുന്നല്ലോ എന്ന്. എന്നിട്ട് അടുത്ത് വന്നിട്ട് ചോദിക്കും, എന്താടോ താനിരുന്ന് തന്നെ ചിരിക്കുന്നേ എന്ന് ചോദിക്കും. ഉടനെ ദേവയാനി പറയും, ഞാൻ ചിരിച്ചൊന്നും ഇല്ല എന്ന് പറയും. അല്ല, ഞാൻ വന്നപ്പം താൻ എന്തോ ഓർത്ത് ആസ്വദിച്ചിരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ, എന്താണെന്ന് ചോദിക്കും. എന്നോടുകൂടെ പറ, ഒത്തിരി നാളായി ഒരു തമാശയൊക്കെ കേട്ട് ചിരിച്ചിട്ട് ഞാനിവിടെ ഒന്ന് ചിരിക്കട്ടെ എന്ന് പറയും. അതൊന്നുമില്ല, ഞാനങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് തടയുന്നുണ്ട് ദേവയാനി. എന്നാലും പറയടോ എന്ന് പറഞ്ഞ് ജയൻ ദേവയാനി നിർബന്ധിക്കുമ്പം ദേവയാനി പറയും, അതല്ല, നമ്മൾ പണ്ട് മൂന്നാർ പോയില്ലായിരുന്നു, അന്ന് ഒരു മല കയറിയ സമയത്ത് ജയേട്ടൻ താഴെ വീണതും പല പ്രാവശ്യം ഞാൻ പൊക്കുമ്പം വീണ്ടും താഴെ പോവും, പിന്നെയും പൊക്കും, പിന്നെയും താഴെ പോവും, ഇങ്ങനെ പൊക്കുകയും താഴുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഞാൻ പൊക്കുന്ന സമയത്ത് ഞാനൂടെ അങ്ങോട്ട് വീണതൊക്കെ ഞാനിങ്ങനെ ഓർത്ത് ചിരിക്കുമായിരുന്നു പറയും. അത് ശരിയാ, താനും വന്ന് വീണില്ലായിരുന്നു, അതൊക്കെ എന്ത് നല്ല കാലമായിരുന്നു. പിന്നെ ബിസിനസ്സിൻ്റെ തിരക്കൊക്കെ കാരണം പിന്നെ അച്ഛൻ എന്നെ ബിസിനസ് ഏൽപ്പിച്ചപ്പം പിന്നെ ഞാൻ തിരക്കിലായിപ്പോയി, നമ്മൾ പിന്നെ അങ്ങനെയുള്ള യാത്രയൊന്നും പോകാറില്ലായിരുന്നല്ലോ. ഇപ്പം നമ്മുടെ മോനാണ് ഇതെല്ലാം നോക്കി നടത്തുന്നത്, അതുകൊണ്ട് നമുക്കൊരു യാത്ര പോകണമെന്ന് പറയും. ഉടനെ ദേവയാനി പറയുന്നുണ്ട്, യാത്ര പോകുന്നുണ്ടെങ്കിൽ ആദർശിനെ കൂടെ കൂട്ടി വേണം പോകാമെന്ന്. ആദർശിനെ കൊണ്ടുപോയാൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നയനെ അവൻ കൊണ്ടുവരും, നയനയില്ലാതെ അവൻ വരത്തില്ലല്ലോ. അപ്പം പിന്നെ നിനക്ക് നയന വരുന്നത് ഇഷ്ടവുമല്ല, അപ്പോൾ എങ്ങനെയാ കൊണ്ടുപോകുന്ന വയ്ക്കും. അവൾ വരുന്നത് എനിക്കിഷ്ടമല്ല, അവളുടെ മുഖം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല എന്ന് പറയും. അതുകൊണ്ട് പിന്നെ അവൻ വരണമെന്നുണ്ടെങ്കിൽ അവൾ വരണമല്ലോ, അന്നേരം പിന്നെ വേണേ കൊണ്ടുപോകാം എന്നൊക്കെ ദേവയാനി പറയും. പിന്നെ എന്തിനാ താൻ അവരെ ടൂറിന് പറഞ്ഞു വിട്ടെന്ന് ചോദിക്കും. അവളെ അത്രയും ദിവസം ഈ വീട്ടിൽ കാണാതിരിക്കാമല്ലോ, എനിക്ക് അവളുടെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അവളെയും കൂടെ ഒരുമിച്ച് ഞാനങ്ങ് പറഞ്ഞു വിട്ടെന്നൊക്കെ പറയും. ഇപ്പോൾ ജയൻ പറയുന്നുണ്ട്, നമ്മുടെ മകന് നയന ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, അതുപോലെ ഇഷ്ടമാണ് നയനെ അവന്, അതുകൊണ്ട് നമുക്ക് മരുമോളെ ഒരു മോളെ പോലെ സ്നേഹിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കും. അന്നേരം അതൊക്കെ കേൾക്കുമ്പോഴത്തേന് ദേവയാനിക്ക് ചിരിയൊക്കെ വരുന്നുണ്ട്. പക്ഷേ ദേവയാനി പറയും, എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല, വേണമെങ്കിൽ ജയേട്ടൻ അങ്ങ് സ്നേഹിച്ചോ എന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞങ്ങ് നിൽക്കും. അന്നേരം ജയൻ അങ്ങ് പോകാൻ ഇറങ്ങുമ്പോഴത്തേന് ദേവയാനി എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അന്നേരം എല്ലാം ഓർത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആദർശിനെയും നയനയാണ്. ആദർശ് രാവിലെ നയനയുടെ അടുത്ത് വീണ്ടും റൊമാൻസൊക്കെ ആയിട്ട് ചെല്ലുന്നുണ്ട്. അപ്പം നയന പറയും, എന്താ ആദർശട്ടാ ഇങ്ങനെയൊക്കെ, ഇന്നലെയാണെങ്കിൽ വൈകിട്ട് ഒട്ടുമേ ഉറങ്ങിയില്ല, അതുകൊണ്ട് പോയി കിടന്നുറങ്ങുന്നൊക്കെ പറയും. ഞാൻ ഇനിയും കിടക്കാനൊന്നും പോകുന്നില്ല, നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു രാത്രികളൊന്നും കല്യാണം കഴിഞ്ഞ് പിന്നെ ഉണ്ടായിട്ടില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെയാണ് ഉറങ്ങുന്നത് എന്നൊക്കെ ആദർശ് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെയൊക്കെ തണുപ്പൊക്കെ കൂടുതലുള്ള സ്ഥലമല്ലേ, അതുകൊണ്ട് വല്ല ശ്വാസം മുട്ടലും ഉണ്ടായ അമ്മ എന്നെ വഴക്ക് പറയും എന്നൊക്കെ പറയും. എൻ്റെ ഭാര്യ അടുത്തുള്ള സമയത്ത് എനിക്കൊരു വയ്യാഴിക ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണ് ദേവയാനി വിളിക്കുന്നത്. അപ്പം ദേവയാനിയുടെ കോള് കാണുമ്പോഴേ ആദർശ് പറയുന്നുണ്ട്, അമ്മയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ, അമ്മ വിളിക്കുന്നെന്ന്. എന്താ നീ ഇന്നലെ എന്നെ വിളിക്കാഞ്ഞെന്നൊക്കെ ദേവയാനി ചോദിക്കും. അപ്പം ഞങ്ങൾ ഇന്നലെ വിളിച്ചായിരുന്നു, പക്ഷേ റേഞ്ച് കിട്ടിയില്ല എന്ന് പറയും. അപ്പം ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പം കിട്ടിയല്ലോ എന്ന് പറയുന്നുണ്ട് ദേവയാനി. അത് അമ്മയെന്നൊക്കെ പറഞ്ഞ്
പറഞ്ഞ് ആദർശ് അങ്ങ് തട്ട് മുട്ടിയൊക്കെ നിൽക്കും. അന്നേരം പറയും കൂട് തുറന്ന് വിട്ടെന്നുള്ള പരുവത്തിൽ വിട്ടിരിക്കുന്നതാ എന്ന് വെച്ച് കൂടുതൽ സ്വാതന്ത്ര്യമൊന്നും എടുക്കാൻ പോകണ്ട, അവിടെ മലയും കുന്നുമൊക്കെ ഉള്ളതാ, നിങ്ങളാരും അവിടെ കയറാനൊന്നും പോകണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് ചോദിക്കും, അമ്മ എന്നെ ഉദ്ദേശിച്ചാണോ പറഞ്ഞത് അതോ നയനെ ഉദ്ദേശിച്ചാണോ എന്ന്? ഞാൻ എന്തിനാ അവളുടെ കാര്യമൊക്കെ പറയുന്നത്, ഞാൻ നിന്നെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞാന്ന് പറയും. നയനെ പറയുമായിരുന്നു, ഇവിടെ ഏതെങ്കിലും ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ ചെന്ന് അമ്മയ്ക്ക് വേണ്ടി പൂജയൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞെന്ന് പറയും. എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യണ്ട, നിങ്ങൾക്ക് വേണ്ടി അങ്ങ് ചെയ്താൽ മതിയെന്ന് ദേവയാനി പറയും. എന്നാലും നയനെ അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ളതിൽ ദേവയാനിക്ക് സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. തണുപ്പൊക്കെ കൂടുതലുള്ള സ്ഥലമാണ്, അതുകൊണ്ട് ശ്വാസം മുട്ടലൊന്നും ഉണ്ടാകാതെ സൂക്ഷിച്ചോണം, ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ദേവയാനി കുറേ ഉപദേശമൊക്കെ കൊടുത്തിട്ടാണ് കോള് കട്ട് ചെയ്യുന്നത്. ദേവയാനി കോള് കട്ട് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ആദർശ് നയനയുടെ അടുത്ത് റൊമാൻസിന് ചെല്ലുന്നുണ്ട്. അപ്പം നയന പറയും, ആദർശേട്ടാ അമ്മ പറഞ്ഞില്ലേ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കണമെന്ന്, നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു അമ്പലം കണ്ടുപിടിച്ച് പോയി പ്രാർത്ഥിക്കാമെന്ന് പറയും. ഞാൻ അതിന് അമ്മ എന്താ പറഞ്ഞെന്നുള്ള കാര്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നല്ലോ എന്ന് പറയും. ഇവിടെ നിന്നുള്ള മറുപടി കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അവിടെ നിന്ന് എന്തായിരിക്കും ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് മനസ്സിലായെന്ന് നയന പറയും. എന്നാൽ നമുക്ക് റിസപ്ഷനിൽ തിരക്കിയിട്ട് അമ്പലത്തിൽ പോകാമെന്ന് പറയും. അത് കഴിഞ്ഞ് വന്ന് മതി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നെന്ന് നയന പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയും, അതെ നമുക്ക് എത്രയും പെട്ടെന്ന് പോയി അമ്പലത്തിൽ പോയി പ്രാർത്ഥന കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ, എനിക്കാണ് ഭയങ്കര വിശപ്പ് എന്ന് പറഞ്ഞ് അർത്ഥം വെച്ച് പറഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. അത് കേൾക്കുമ്പോഴത്തേന് നയനയ്ക്ക് അങ്ങ് നാണം വരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അനിയെ അനാമികയാണ്. അനാമിക റൂമിലേക്ക് വരുമ്പോൾ അനി ഇങ്ങനെ ഫയൽസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നീ ഇവിടെ എന്തെടുക്കുകയാണെന്ന് ചോദിക്കും അനാമിക. ഏട്ടൻ ഇവിടെ ഇല്ലാത്ത കാരണം കമ്പനിയുടെ കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയും. എന്നിട്ട് കമ്പനിയിലേക്ക് പോകണം, ഏട്ടൻ വരുന്നവരെ എല്ലാം നോക്കി നടത്തണമെന്നൊക്കെ പറയും. ആ സമയത്ത് അനാമിക പറയുന്നുണ്ട്, ആർക്കറിയാം നീ ഇതെല്ലാം വാരി കെട്ടിക്കൊണ്ട് കമ്പനിയിലോട്ട് തന്നെയാണോ പോകുന്നതെന്ന് പറയും. ഞാൻ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്, അതല്ല സംശയം ഉണ്ടെങ്കിൽ നീ എൻ്റെ പുറകെ വരും, അല്ലേ തന്നെ നിനക്ക് എൻ്റെ പുറകെ നടന്ന് സ്പൈ വർക്കല്ലേ പണി എന്നൊക്കെ ചോദിക്കും. എങ്ങനെയാണ് നിന്നെ വിശ്വസിക്കുന്നത്, നീ ഇതും പേരും പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേറെ വഴിയല്ലേ പോകുന്നതെന്നൊക്കെ അനാമികയും ദേഷ്യപ്പെടുന്നുണ്ട്. അന്നേരം നിനക്ക് എന്നാ വേണ്ട, രാവിലെ വെറുതെ വഴക്കുണ്ടാക്കാൻ വന്നിരിക്കുകയാണോ എന്നൊക്കെ അനി ചോദിക്കുന്നുണ്ട്. അതല്ല നീ ഓർക്ക് ആദർശേട്ടനും നയനെയും ഇപ്പം ടൂർ പോയിരിക്കുക, നീ എന്നെങ്കിലും എന്നെ കൊണ്ടുപോയോ എവിടെയെങ്കിലും നിൽക്കും, നമ്മളെന്നും വീട്ടിലിരുന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട്, പിന്നെന്തിനാ റൂം എടുത്ത് പുറത്ത് പോയി വഴക്കുണ്ടാക്കുന്നത്, അത് 4 പേര് അറിയുകയും ചെയ്യുമല്ലോ എന്ന് പറയും. മറ്റുള്ളവരെ ബോധിപ്പിക്കാനായിട്ടാണ് നീ ജീവിക്കുന്നത്, അല്ലാതെ എന്നോട് സ്നേഹം ഉണ്ടായിട്ടൊന്നും അല്ലെന്ന് പറയും. നിനക്ക് ഭയങ്കര സ്നേഹമാണല്ലോ ഇവിടെ ഉള്ളവരോട്, എനിക്ക് കല്യാണത്തിന് മുമ്പേ മനസ്സിലായതാണ് നീയുമായിട്ട് ഞാൻ പൊരുത്തപ്പെട്ട് പോകുകയല്ലെന്ന്, പിന്നെ നീയും നിൻ്റെ അച്ഛനും അമ്മയും കൂടെ ഞങ്ങളുടെ പുറകെ നടന്ന് ഈ കല്യാണം നടത്തിച്ചത് തന്നെ പല ഉദ്ദേശത്തോടെയാണെന്നും എനിക്ക് അറിയാമെന്നൊക്കെ പറയുമ്പോഴത്തേന് അനാമിക അങ്ങ് മിണ്ടാതിരിക്കുന്നുണ്ട്. പിന്നെ നിൻ്റെ സ്ഥാനം ഉറപ്പിക്കാനായിട്ട് ആരെ വേണേലും കൊല്ലാൻ പോലും നീ തയ്യാറാകുന്നവളാണെന്നും എനിക്കിപ്പോൾ മനസ്സിലായി, അതുകൊണ്ട് നീയുമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒത്തുപോകും തോന്നുന്നില്ല, സലാം പറഞ്ഞ് പിരിയുന്നല്ലേ നല്ലതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനാമികയോട് അനി. അന്നേരം അനാമിക പറയും, എനിക്ക് അങ്ങനെ എന്തായാലും ഈ ജീവിതം കൈ കൊടുത്ത് പിരിയാൻ താല്പര്യമില്ല എന്ന് പറയും. പഴയ പെൺകുട്ടികളെ പോലെ എല്ലാം സഹിച്ച് നിൽക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇപ്പോഴത്തെ പെൺകുട്ടികൾ ചിന്തിക്കുന്ന പോലെ 2 വഴിക്ക് പോകുന്നതല്ലേ നല്ലതെന്നൊക്കെ അനി പറയുമ്പോഴത്തേന് അനാമിക പറയും, എന്തൊക്കെ പറഞ്ഞെന്നാലും ഞാൻ ഇവിടുന്ന് പോയി നിനക്ക് സുഖമായിട്ട് ജീവിക്കാമെന്ന് നീ വിചാരിക്കുകയേ വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേന് ആനി ദേഷ്യപ്പെട്ട് അങ്ങ് ഇറങ്ങിപ്പോകും. പിന്നീട് അവിയും നവിയെയാണ് കാണിക്കുന്നത്. അവിയെ റൂമിൽ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടൊക്കെ നിൽക്കുന്ന സമയത്ത് നവിയെ അകത്തോട്ട് കയറിയിട്ട് വന്ന് പറയും, 5ാം മാസത്തിൽ എനിക്ക് നീ എന്താ ഗിഫ്റ്റ് തരുന്നത്. ഉടനെ അഭി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വാഴപ്പിണ്ടി തരുമെന്ന്. ഉടനെ അഭി മനസ്സിൽ എന്തോ പറഞ്ഞെന്ന് തോന്നിയിട്ട് നവി ചോദിക്കും, നീ എന്താടാ മനസ്സിൽ പറഞ്ഞത്, ഒലക്കയുടെ മൂടെന്നല്ലേ പറഞ്ഞു നിൽക്കും. അപ്പോൾ അഭി പറയുന്നുണ്ട്, അതിനിപ്പോൾ ആരും ഒലക്കയൊന്നും ഉപയോഗിക്കാറില്ലല്ലോ, അതുകൊണ്ട് ഒലക്കയുടെ മൂടൊന്നും തരാൻ പറ്റത്തില്ലെന്ന്. എൻ്റെ ഒരു കഷ്ടകാലം, ഓരോ ഫംഗ്ഷൻ വരുമ്പോഴും നീ എനിക്ക് എന്തെങ്കിലും തരുമോ എന്ന് ചോദിക്കേണ്ട ഗതികേടിലായിപ്പോയി ഞാനെന്ന് പറയും. നീ എന്തിനാ ചോദിക്കുന്നത്, എനിക്കതിന് മാത്രമുള്ള വരുമാനമൊന്നും ഇല്ലല്ലോ, പിന്നെ നീ വിചാരിക്കുന്ന പോലെ ഞാനിപ്പം വലിയ സാമ്പത്തികമുള്ള ആളൊന്നും അല്ല, ആദർശേട്ടൻ ഭാര്യയും കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അയാൾ ഈ കമ്പനിയുടെ MD ആണ്, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെയുള്ള സാമ്പത്തികം ഇല്ലെന്ന് പറയും. പിന്നെ നിനക്ക് 19,000 രൂപ ശമ്പളം കിട്ടുന്നുണ്ടല്ലോ, ആ പൈസയല്ല ഇവിടെ പോയി നീ ഇത് ആർക്ക് കൊടുക്കുന്ന, വല്ല പെണ്ണുങ്ങൾക്കും കൊടുക്കുന്നതായിരിക്കുമല്ലോ എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. എനിക്ക് പല ആവശ്യങ്ങളും ഉണ്ട്, ചിലവുകളൊക്കെ ഉണ്ടെന്ന് അഭി പറയും. എന്ത് ചിലവാണ്, നിനക്ക് ഫുഡൊക്കെ ഈ വീട്ടിൽ നിന്നല്ലേ കഴിക്കുന്നത്, പിന്നെ നീ എന്തിൻ്റെ ചിലവായി പറയുന്നതെന്നൊക്കെ ചോദിക്കും നവ്യ. എൻ്റെ ജീവിതത്തിൽ ആകെ 2-3
മൂന്നോ അബദ്ധങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അതിലേറ്റവും വലിയ അബദ്ധമാണ് നീ എന്ന് നവിയെ നോക്കി അഭി പറയുന്നുണ്ട്. എന്നാൽ പിന്നെ 5-ാം മാസത്തിലെ ചടങ്ങ് നടക്കുമ്പോൾ നീ എല്ലാവരോടുമായിട്ട് പറ എന്നെ ഉപേക്ഷിച്ചേക്കാന്ന് പറയും. അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് അഭി പറയും. നീ പറഞ്ഞു നോക്ക്, എന്തായാലും ഞാൻ ഇവിടുന്ന് പോയാലും എൻ്റെ കുഞ്ഞിനും എനിക്കും ജീവിക്കാനുള്ള എല്ലാം ആദർശേട്ടൻ തരും. ഞങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ നന്നായിട്ട് ജീവിക്കാൻ പറ്റുകയും ചെയ്യും. ഈ വീട്ടിലെ പലരും എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുകയും ചെയ്യും. പക്ഷേ നീയും നിൻ്റെ അമ്മയാണ് അന്ന് പെരുവഴിയിലാകാൻ പോകുന്നത്. നിങ്ങൾ ഈ കുടുംബത്തിലെ അംഗങ്ങളെ അല്ലല്ലോ. അത് കാരണം നിങ്ങൾക്ക് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റിയത് തന്നെ വലിയ അനുഗ്രഹമായിട്ടാണ് വിചാരിക്കേണ്ടത്. നീയൊക്കെ പുറത്തിറങ്ങി നോക്കണം. മൂർത്തി മുത്തശ്ശൻ എന്തെല്ലാം ഒരു വിലയാണെന്നറിയോ ഈ നാട്ടിൽ. ആ കുടുംബത്തിലേക്ക് വന്ന് കയറിയതാ എനിക്കും നയനയ്ക്കും പറ്റിയ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയും. എന്നിട്ട് നിങ്ങൾക്കാണെങ്കിൽ അതിൻ്റെ ഒരു വില അറിയത്തുമില്ല. നിങ്ങൾ ഈ കുടുംബത്തിലെ അല്ലാഞ്ഞിട്ട് പോലും അവർ നിങ്ങളെ സ്വന്തം പോലെ കരുതിയിട്ട് പോലും നിങ്ങൾക്ക് ഒന്നിനെക്കുറിച്ചും ഒരു ചിന്തയില്ല. നിങ്ങൾക്ക് നിങ്ങളെ മാത്രമേ ഉള്ളൂ സ്നേഹം എന്നൊക്കെ നവ്യ പറയുന്നത് കേൾക്കുമ്പോഴത്തേന് അഭിക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അനി തൻ്റെ വിഷമങ്ങളെല്ലാം കൂട്ടുകാരോട് എന്ന് പറയുന്നുണ്ട്. എനിക്ക് വീട്ടിൽ ഇരിക്കാനേ തോന്നുന്നില്ല. വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. അനാമിക ഇപ്പോൾ ആദർശേട്ടനും നയനേടത്തെയും ടൂറ് പോയതിന് എന്നോട് വഴക്കാണ്. അവൾക്ക് പുറത്ത് പോകണമെന്നും അവളെയും കൊണ്ട് ടൂറ് പോകണമെന്നൊക്കെ വിചാരിച്ച്. പക്ഷെ മനസ്സിന് ഇഷ്ടപ്പെടാത്ത ഒരാളുമായിട്ട് നമ്മൾ എങ്ങനെയാണ് പുറത്ത് പോവുകയും അവരുമായിട്ട് ചുറ്റിയടിക്കുകയൊക്കെ ചെയ്യുന്നത്? എനിക്ക് അവളെ സ്നേഹിക്കാനോ ഉൾക്കൊള്ളാനോ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ അവൾക്ക് എന്നെ ഒരിക്കലും സ്നേഹിക്കാൻ പറ്റിയിട്ടുമില്ല. പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് ഈ പുറത്തൊക്കെ പോയി കറങ്ങാൻ പോകുന്നത്? അതവൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതം വളരെ പരാജയമായി പോയി. ഞാൻ അവളുമായിട്ട് ഒരു റൂമിൽ കഴിയുന്നുണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഇതുവരെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിട്ടേ ഇല്ല എന്നൊക്കെ പറയും. അപ്പോൾ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഈ പറയുന്നത്? ഞങ്ങളൊക്കെ ഓർത്തത് ശരിക്കും നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുകയാണെന്നാണ് വിചാരിച്ചെന്നൊക്കെ പറയും. ഞാൻ അങ്ങനെയൊന്നും ജീവിക്കുന്നേ ഇല്ല. എനിക്ക് മനസ്സിന് ഒരു സമാധാനവും ഇല്ല. പ്രഷർ വളരെ കൂടുതലാണ്. ശരിക്കും പറഞ്ഞ ആത്മഹത്യയെക്കുറിച്ച് വരെ ഞാൻ ചിന്തിക്കുന്നു എന്നൊക്കെ പറയും. ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന നന്ദു ഇങ്ങനെ ഞെട്ടലോടെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചിലപ്പോൾ ഇത് കൂട്ടുകാരാരേലും പറഞ്ഞു കൊടുക്കുന്നതായിരിക്കാം നന്ദുവിനോട്.